അപ്പോൾ ഏറെക്കുറെ കാട്ടിലെവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ചെറിയൊരു ബ്രേക്കാണ്. ഇപ്പം എല്ലാവരും ഏകദേശം മടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു പഴമൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് യാത്ര തുടരാൻ നമ്മൾ നാരായണ ട്രിപ്പ് നമുക്ക് വേണ്ടി ഒരു കീർത്തനം ആലപിക്കുന്നതാണ്. ആലപിച്ചോ, മൈക്ക് പിടിച്ചോ, കുത്തിത്തരാം. സുഖമെണ്ണിത്തിരയുന്ന മനുജാനിന്നഭിമാനം വെടിയാതെ ഭുവനത്തിൽ സുഖമെങ്ങിനെ ദയരൂപി ജഗദംബ അകതാരിൽ തെളിയാതെ മനുജാനിൻ മനസ്സിനു സുഖമെങ്ങിനെ പരഭക്തിയുണരാത്ത മനുജൻ്റെ മനമെന്നും മണമറ്റ മലരിന്നു സമമായി വരും. പരഭക്തിയുണരാത്ത മനുജൻ്റെ മനമെന്നും മണമറ്റ മലരിന്നു സമമായി വരും. ഇളകുന്ന കടലിൻ്റെ അലകിൽ പെട്ടില പോലെ ദുരിതത്തിൽ ഉഴറിയിടാൻ ഇടയായി വരും. ജനിമൃതിയിൽ പെട്ടലയാനായി ഇടയായി വരും. വിധിയെന്ന കഴുകൻ്റെ നഗരത്തിൽ അമരാതെ ഈ വിജനത്തിലിരുന്ന ആത്മഭജനം ചെയ്യൂ. ഫലമെണ്ണിത്തിരയാതെ സതതന്തൻ മനതാരിൽ സകലാത്മരൂപിയെ മനനം ചെയ്യൂ. സകല ദുരിതം പോയി സുഖമേകാൻ ഇടയായി വരും. പരഭക്തി ഉണരാതെ മനുജൻ്റെ മനമെന്നും മണമറ്റ മലരിനു സമമായി വരും. മറ്റുള്ള ആളെ സ്നേഹിക്കാതെ മനുഷ്യൻ മണമില്ലാതെ, മലരുന്ന പുഷ്പം എന്നാണ്. മറ്റുള്ള ആളെ സ്നേഹിക്കാതെ മനുഷ്യൻ മണമില്ലാതെ പുഷ്പം പോലെയാണ്. അവർ ഈ ചെമ്പരത്തി പൂ, കടലാസ് പൂച്ചെടി അതിനൊന്നും മണമില്ല. പന്നീർ പുഷ്പം മണമുണ്ട്. അങ്ങനെ സ്നേഹമില്ലാതെ മനുഷ്യൻ എന്താ നാളെ വരാൻ വേണ്ടി പോകുന്നത്. ഇളകുന്ന കടലിൻ്റെ അലയിൽപ്പെട്ടില പോലെ ദുരിതത്തിൽ ഉഴറിയിടാൻ ഇടയായി വരും. ഇളകുന്ന കടലിനകത്ത് ഇല കൊട്ട് കഴിഞ്ഞാൽ അതിന് കറക്കിക്കളി തന്നെ. പിന്നെ മറ്റൊന്ന്, വിധിയെന്ന കഴുകൻ നമ്മളെ പിടികൂടാതിരിക്കാൻ എന്ത് ചെയ്യണം? വിധിയെന്ന കഴുകൻ്റെ നഗരത്തിൽ അമരാതെ ഈ വിജനത്തിലിരുന്ന ആത്മഭജനം ചെയ്യൂ. ധ്യാനം യോഗ പ്രാർത്ഥന എന്നാണ് അതിന് പറയുന്നത്. ധ്യാനം യോഗ പ്രാർത്ഥന, അതിൽ കൂടി നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 105 മരം എന്ന് പറഞ്ഞാൽ കാറ്റ് പോകാൻ 100 മരം അങ്ങ് പോകും. 5 മരം ബാക്കി ഉണ്ടാവുക. പ്രകൃതി വിചാരിച്ചവർ എന്തോ സംഭവിക്കും. നമ്മൾ ഒരുപാട് ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് ഇതുവരെയുള്ള നമ്മുടെ യാത്രയെക്കുറിച്ച് എന്താണ്? ക്ഷീണം ഉണ്ടായില്ല. 68 വയസ്സ് പ്രായമുണ്ട് എനിക്ക്. ഇതൊരു ക്ഷീണമില്ല. PSC ഇല്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊന്നും എനിക്കില്ല. ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത്? ആദ്യമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അരുണും ആദ്യമായിട്ടാണ്. അതെ. കൊളുക്കുനാട്ടൻ സെക്കൻഡ് ട്രിപ്പ്. അത് കമ്മമേട്ടിൽ നിന്ന് താഴോട്ട് കാളയോടൊപ്പം കൊടകര് കാളേനെ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ താഴേക്ക് വന്നിട്ടുണ്ട് പയ്യാവൂരിലേക്ക്. പക്ഷേ ഈ കോമൻസിൻ്റെ കൂട്ടത്തിലുള്ള യാത്ര ആദ്യമാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പാണത്. നിങ്ങളുടെ രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൊടകരുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അതിന് മുമ്പ് പല പ്രാവശ്യം കാട്ടിക്കൂടെ പല വഴിക്കൂടെ കയറിയിട്ടുണ്ട്. വല്ല ഔദ്യോഗികമായിട്ട് കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് വേണോ? നമ്മുടെ ബംഗാളിൽ നിന്ന് നമ്മളോടൊപ്പം ഈ യാത്രയുടെ ഭാഗമായത് കഴിഞ്ഞ വർഷം ഇതിൽ കിतना आदमी आया था गए साल में? 6 आदमी. കഴിഞ്ഞ പ്രാവശ്യം ഇവരുണ്ടായിരുന്നു. ഇവർ 4 പേര് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അണ്ടി പോകുന്ന പഴക്കമുള്ളൊരു ടോമിച്ചാട്ടനുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 4 പേര് ബംഗാളിൽ നിന്ന് നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ യാത്രയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. പിന്നെ പളുക്കുനാടൻ അമ്പല കമ്മിറ്റിയുടെ നമ്മളെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പബ്ലിസിറ്റിയുടെ ചെയർമാനാണ്. പളുക്കുനാടൻ കർണാടകവുമായിട്ട് വളരെ വൈകാരിക ആത്മബന്ധം പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. എത്രയോ വർഷമായിട്ട് കൊടകരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ സ്ഥാപനമില്ല കർണാടകത്തിൽ. അതെ. വിരാജ്പേട്ട് ഞങ്ങൾ ഒരു ജീവൻ ജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളൊരു സൊസൈറ്റി ഉണ്ട്. ഞാനതിൻ്റെ വിരാജ്പേട്ട് കോർഡിനേറ്ററാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ദിവസം രാവിലെ കൊടകർ പോകുന്നതിൻ്റെ പുറകെ, കാളയുമായിട്ട് പോകുന്നതിൻ്റെ പുറകെ ഞങ്ങൾ ഇതേ വഴിയിലൂടെ ഞങ്ങൾ കയറി പോയതാണ്. അന്ന് പോയിട്ട് ഞങ്ങൾ അതേ ദിവസം തന്നെ രാത്രിക്ക് മടങ്ങി വന്നു. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുമ്പോൾ പോലും പറ്റാത്തൊരവസ്ഥയാണ്.
അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ പോലും മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത് തിരിച്ചു വരാൻ വേണ്ടി. തിരിച്ചു വരാനുള്ള ഇതിൽ ടോർച്ചടക്കം ഉള്ള എല്ലാം ബാഗിൽ. പക്ഷെ ഞാനില്ല. ഇപ്പോൾ നാരായണേട്ടൻ പറഞ്ഞു വളരെ സുഖമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം ഞങ്ങളും കോമരത്തച്ഛൻ പോയ വഴിയെ കാട്ടുപാതയിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം ഞങ്ങൾ വീണ്ടും ആരംഭിച്ചു. ഇനി അടുത്ത സ്ഥലത്ത് കോമരത്തച്ഛനെ കാണുന്നത് വരെ നടന്നുകൊണ്ടേയിരിക്കണം.